കാണുന്നുണ്ട്. അതാണ് ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്തൊക്കെ മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട്. ആണ് ഇതിൻ്റെ അടിഭാഗം. ഇതാണ് പറഞ്ഞത്, വാഹനങ്ങൾക്കൊക്കെ മണത്തല ഭാഗത്ത് മണത്തല പള്ളിയാണ് കാണുന്നത്. അതിൻ്റെ ഭാഗത്ത് അണ്ടർപാസിൻ്റെ ഈ മുൻഭാഗത്താണ്. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചാവക്കാട് മണത്തലയാണ്. മണത്തല ഭാഗത്തുനിന്ന് നമ്മൾ പൊന്നാനി ഭാഗത്തേക്ക് ആണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളെ ചാവക്കാട് ബൈപ്പാസ് തുടങ്ങുന്നത്. ഈ ഭാഗത്തേക്ക്, ആ ഭാഗത്തേക്കുള്ള കാഴ്ചകളും മറ്റതൊക്കെ വീഡിയോകളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പിന്നീട് കാണിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുന്ന് മണത്തല ഭാഗത്തു നിന്ന് നമ്മുടെ പൊന്നാനി ഭാഗത്തേക്ക് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം ഒരു അണ്ടർപാസ് വർക്കൊക്കെ കഴിഞ്ഞ്, അണ്ടർപാസിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സൈഡിൽ റോഡിൻ്റെ വർക്ക്, മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്കുകളൊക്കെയാണ് നടക്കേണ്ടതുള്ളത്. ഇത് നമ്മുടെ ചാവക്കാട് ടൗണിലേക്കൊക്കെ പോകുന്ന ഒരു ഭാഗത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങോട്ട് പോയാൽ ചാവക്കാട് ടൗണിലേക്ക് എത്തും. ഇത് ചാവക്കാട് ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. ഇനി അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം വലിയൊരു അണ്ടർപാസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോയി നോക്കാം. നമ്മൾ വർക്ക് നടക്കുന്ന ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് മണത്തല ഭാഗത്ത്, മണത്തല പള്ളിയാണ് കാണുന്നത്. അതിൻ്റെ ഭാഗത്ത് അണ്ടർപാസിൻ്റെ ഈ മുൻഭാഗത്താണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാം വൺ സൈഡിൽ മണ്ണ് നല്ല രീതിയിൽ ഫില്ലിങ് നടക്കുന്നുണ്ട്. കട്ട വെച്ചുള്ള വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടെ JCB ഉപയോഗിച്ച് മണ്ണ് ലെവൽ ചെയ്യുന്നത് കാണാം നമുക്ക്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ വളരെ വേഗത്തിലുള്ള വർക്കുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ആദ്യമായിരുന്നു കുറച്ചൊക്കെ സ്ലോവ്, ഇപ്പോൾ കുറച്ച് സ്പീഡായിട്ടുണ്ട്. വർക്കുകളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇതാണ് മണത്തല ഭാഗത്തു നിന്നുള്ള ഒരു അടിപൊളി കാഴ്ച. പ്രദേശത്തൊക്കെ ഒരു മണൽ മണ്ണായതുകൊണ്ട് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ഇവിടേക്ക് മണ്ണ് കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് വർക്ക് ഡിലേ ആയിരുന്നു. ഇപ്പം വളരെ സ്പീഡിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. പൈപ്പ് വെക്കുന്ന ഭാഗത്ത് പൈപ്പുകളൊക്കെ കൊണ്ടുവന്ന് വെച്ചത് കാണാം നമുക്ക് മുൻഭാഗത്ത്. അങ്ങനെയുള്ള മണ്ണ് കൂട്ടിയിട്ടതൊക്കെ കാണാം. വളരെ വേഗത്തിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ട് പോവാം. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാം. മണത്തല ഭാഗത്തു നിന്ന് വരുമ്പോൾ ആദ്യം കാണുന്ന ഒരു അണ്ടർപാസ്സാണ്. ഇവിടെ ഒരു ചെറിയൊരു അണ്ടർപാസ് ഉണ്ട്. ഇതിൻ്റെ പേര് എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇവിടെ അണ്ടർപാസിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്കും മണത്തല എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് പേരുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇനി ചെറിയ പേരെന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഓരോ ഭാഗത്തേക്ക് ഓരോ പേരുകൾ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം മണ്ണ് ഫില്ലിംഗ് ഒക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ സിമൻറ്റ്, പഴയ സിമെൻറ്റും പുതിയ സിമെൻറ്റും കൂടെ ജോയിൻറ്റ് ചെയ്യുന്ന കമ്പികളൊക്കെ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കെമിക്കൽ ആണ് ഇവരിപ്പോൾ ചെയ്യുന്ന. അവിടെ കാണാം പച്ച കളറിലുള്ള ആ ഒരു കെമിക്കലാണ് അടിക്കേണ്ടത് കമ്പിയിൽ.
അങ്ങനെ ഒരു വർക്കാണ് ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. ഇത് ഒരു ചെറിയൊരു അണ്ടർപാസ്സാണ്. ഇവിടെ കാണാം അതിൻ്റെ അടിഭാഗത്ത് നല്ല മണ്ണ് കാണുന്നുണ്ട്. ഇവിടെ ഇനി എന്താ വർക്ക് നടക്കുന്നത് കൊണ്ടായിരിക്കാം ഇവിടെ നല്ലോണം മണ്ണ് കാണുന്നുണ്ട്. വാഹനങ്ങളൊക്കെ പോകാൻ ചെറിയ ബുദ്ധിമുട്ടൊക്കെ കാണുന്നുണ്ട്. അതാണ് ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്തൊക്കെ മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട്. ആണ് ഇതിൻ്റെ അടിഭാഗം. ഇതാണ് പറഞ്ഞത്, വാഹനങ്ങൾക്കൊക്കെ പോകാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് മണലായതുകൊണ്ട് നല്ലോണം താഴ്ന്നു പോകാനുള്ള ഒരു ഇതുണ്ട്. ഇപ്പം നമ്മൾ അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടുന്ന് കാണാം ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ സെൻറ്ററിൽ റോഡിൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ട് ക്രാഷ് ബാരിയറുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഒരു വർക്കൊന്നും കഴിയാത്തത്. ഇത് നമ്മുടെ തിരുവത്ര പറഞ്ഞ ഭാഗത്താണ് എത്തിയിട്ടുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് ഒരു ഭാഗത്ത് ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അണ്ടർപാസിൻ്റെ മുന്നോടിയായുള്ള ഭാഗത്തുള്ള വർക്കുകളാണ് ഇവിടെ നടക്കുന്നത് കാണാം. ഇവിടെ മണ്ണ് ഫില്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സിമെൻറ്റ് മിക്സ്, ടാറിങ് അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് നടക്കാനുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളാണ് നടക്കുന്നത്. ഇവിടെ കാണാൻ നമുക്ക് ക്രാഷ് ബാരിയറുകളൊക്കെ ഇവിടെ കൊടന്ന് ഫിക്സിങ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വർക്കുകൾ മുൻഭാഗത്തൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ലൊരു ലെവലിൽ മണ്ണ് ഫില്ല് ചെയ്ത് വെച്ചത് കാണാം. വളരെ ദൂരത്തിൽ വളരെ വേഗത്തിലാണ് ഇപ്പോൾ നമ്മൾ മണത്തല ഭാഗത്തു നിന്ന് ഇങ്ങോട്ടൊക്കെ എത്തിയത്. അത്ര നല്ല രീതിയിലേക്ക് റോഡൊക്കെ മാറിയിട്ടുണ്ട്. സർവീസ് റോഡാണെങ്കിലും കുറച്ചൊക്കെ തിരക്കൊഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് സൈഡിലൂടെ വാഹനങ്ങൾ പോകുന്നത് കൊണ്ട് വാഹനങ്ങൾക്ക് ഒന്നും വലിയൊരു ബുദ്ധിമുട്ടുകളൊന്നും ഞാൻ എവിടെയും കണ്ടില്ല. അങ്ങനെ ട്രാഫിക് ബ്ലോക്കുകളൊന്നും എവിടെയും കണ്ടതില്ല. അപ്പോൾ നമ്മളിപ്പോൾ തിരുവത്ര ഭാഗത്ത് വരുന്ന ഒരു അണ്ടർപാസ് ഉണ്ട് അവിടെ, അതിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ആ ഭാഗത്ത് പോയി നോക്കാം. ഇവിടെ എനിക്ക് തോന്നുന്നുണ്ട് കുറച്ചും കൂടെ മണ്ണ് നിറക്കുന്നതാണ് തോന്നുന്നുണ്ട്. ഇവിടെ നല്ല ഹൈറ്റ് കാണുന്നുണ്ട്, കുറച്ച് കട്ടി കൂടുതലായിട്ട് തോന്നുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലപ്പം മണ്ണ് നിറക്കുമായിരിക്കാം. അപ്പോൾ ഇതാണ് കുമാർ UP സ്കൂള് തിരുവത്ര. അതിൻ്റെ മുൻഭാഗത്താണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഈ ഭാഗത്ത് നമുക്ക് ഇവിടെ കാണാം കുറേ ക്രാഷ് ബാരിയറുകൾ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിയിരിക്കുന്നത്. ഇതൊക്കെ ഓരോ ഭാഗത്തും ഫിക്സിങ് ചെയ്യാനുള്ള അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. ഇനി നമുക്ക് അങ്ങോട്ട് പ്രത്യേകിച്ച് പുതിയ വർക്കുകളൊന്നും കാണുന്നില്ല. അവിടെയാണ് നമ്മുടെ അണ്ടർപാസ് വരുന്നത്. നമുക്കിനി അണ്ടർപാസിൻ്റെ താഴ്ഭാഗത്ത് പോയി നോക്കാം. ആ ഭാഗത്തുള്ള വർക്കുകളൊക്കെ നോക്കാം. മണ്ണ് ഇവിടെ ഓൾറെഡി കുറേ കൂട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മറ്റുള്ള ആവശ്യമുള്ള ഭാഗത്തേക്ക് അവർ കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇപ്പോഴുള്ള വെയിൽ ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് കുറേ ദൂരം നടന്നു പോയി വീഡിയോ എടുക്കാനൊക്കെ ഒരു ചെറിയൊരു പ്രയാസമുണ്ട്. അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്, ഒരു 10 ഇഞ്ചിൽ കൂടുതലൊക്കെ വരുന്ന ഒരു ഹൈറ്റ് ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെ ചിലപ്പം ഇനിയും മണ്ണ് നിറക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ തിരുവത്ര വന്നിട്ടുള്ള ഒരു അണ്ടർപാസ്. നമ്മളിപ്പോൾ ഓരോ ഭാഗത്ത് അണ്ടർപാസുകളുടെ അടുത്ത് പോയി ഇറങ്ങി കാണിക്കുന്നുണ്ട്. ഇതാണ് തിരുവത്ര വന്നിട്ട് ഉള്ള ഒരു അണ്ടർപാസ്. വളരെ വലുതല്ല, ഒരു ഏകദേശം ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു അണ്ടർപാസ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്.
കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട് എടക്കയൂർ പറഞ്ഞ ഭാഗത്തേക്ക്. എടക്കയൂർ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സൈഡിൽ ഏകദേശമൊക്കെ ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഭാഗത്ത് ടാറിങ് കഴിഞ്ഞ ഭാഗം കാണാം. ഇവിടുന്ന് അങ്ങോട്ട് ടാറിങ് ചെയ്തിട്ടില്ല. മെറ്റൽ മിക്സ് ആണ് കാണാം. ഇവിടെ പകുതിയാക്കി വെച്ചത് കാണാം. നമുക്ക് ക്രഷ് ബാരിയർ അങ്ങനെയുള്ള ഒരു കാഴ്ചകളാണ്. കുറേ സ്ലാബുകൾ ഇത് റോട്ടിൽ കാണാം. ആ ഭാഗത്ത് ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. എടക്കയൂർ ഭാഗത്ത് ഒരു അണ്ടർപാസ്. ഇത് മണ്ണ് ഫില്ലിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്ത് സിമെൻറ്റ് മിക്സൊക്കെ ചെയ്തിട്ട് കാണാം. ആണ് എടക്കയൂർ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് കാണാം. നമുക്ക് മണ്ണ് ഫില്ല് കഴിഞ്ഞ ഭാഗത്ത് സിമെൻറ്റ് മിക്സൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടെയൊക്കെയുള്ള പുതിയതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ. ക്രഷ് ബാരിയറുകളൊക്കെ ഇനിയും പല ഭാഗത്തും വെക്കാനുണ്ട്. പെയിൻറ്റിങ് നടന്നിട്ടില്ല. അതുപോലെയുള്ള വർക്കുകളൊക്കെ ഇനിയും നടക്കേണ്ടതുണ്ട്. ലൈറ്റിൻ്റെ കാലുകളൊന്നും കൊടുത്തത് എവിടെയും കണ്ടില്ല. ഒരു പൈപ്പ് നമുക്ക് കാണാം. എനിക്ക് തോന്നുന്നത് കറണ്ടിൻ്റെ വയറൊക്കെ കൊണ്ടുവരാനായിരിക്കും. ഇവിടെ ആയിരിക്കും ലൈറ്റിൻ്റെ കാലുകൾ, ക്യാമറൻ്റെ ഒക്കെ കാലുകളൊക്കെ വരുന്ന ഒരു ഭാഗമാണ്. അതിന് വേണ്ടിയുള്ളതാണെന്ന് തോന്നുന്നത്. അപ്പുറത്തും കാണുന്നുണ്ട് ഇതുപോലുള്ള പൈപ്പുകൾ. ഇതൊക്കെ ലൈറ്റിനുള്ള ക്യാമറക്കൊക്കെ ഉള്ള ഒരു ഭാഗത്ത് ഇങ്ങനെ പൈപ്പ് കൊടുത്തുകൊണ്ട് വെച്ചതാണെന്ന് തോന്നുന്നത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകളൊക്കെ.
കുറേ ദൂരം ഇപ്പോൾ വണ്ടി ഓടിച്ച് വന്ന് അകലോട് 4-ാം കല്ല് പറഞ്ഞ ഭാഗത്താണ് എത്തിയിട്ടുള്ളത്. ഈ ഭാഗത്തും കാണാം നമുക്ക്. ഇവിടം വരെ ആണ് ഒരു സൈഡിൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്തൂടെയാണ് ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് വന്ന് ഇതിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ കാണാം നമുക്ക് മെറ്റൽ മിക്സ് ചെയ്തിട്ടുള്ളൂ. മെറ്റൽ മാത്രമാണ് ഇട്ടിട്ടുള്ളത്. ഒരു സൈഡിലൂടെയാണ് ഇവിടുന്നൊക്കെ അങ്ങോട്ട് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇവിടുന്ന് ചാവക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ സർവീസ് റോട്ടിലൂടെയാണ് പോകുന്നത്. ചാവക്കാട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ പൊന്നാനി ഭാഗത്തേക്ക് പോകുന്നത് ഇതിലെ ടാറിങ് കഴിഞ്ഞ ഭാഗത്തുകൂടെയാണ് കടന്നു പോകുന്നത് കാണാം. അങ്ങനെയാണ് ഇവിടെ നിന്നുള്ളൊരു മാറ്റങ്ങൾ. അകലോട് ഭാഗത്തുനിന്ന് 4-ാം കല്ല് പറഞ്ഞ ഭാഗത്താണിത്. ഈ ഭാഗത്തും വർക്കുകളൊക്കെ വേഗത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഓരോ ഭാഗത്തും തീർന്ന ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്ത ഭാഗത്ത് ഉടൻ തന്നെ മെറ്റൽ മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള വർക്കുകളാണ്. ഇവിടെ കുറച്ച് ഭാഗത്ത് നമുക്ക് കാണാം സിമൻറ്റ് കൊണ്ടാണ് ഇവിടെ കോൺക്രീറ്റ് വാളാണ് ചെയ്തിട്ടുള്ളത്. കോൺക്രീറ്റ് വാളിൻ്റെ പകുതി ഭാഗമാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് കാണാം. ഇങ്ങനെയൊക്കെ പല ഭാഗത്തും ഇങ്ങനെ പകുതിയാക്കി വെച്ചത് കാണാം. ഇവിടെ സർവീസ് റോഡ് ഈ ഭാഗത്ത് പകുതിയാക്കി വെച്ചത് കാണാം. സർവീസ് റോഡിൻ്റെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്ത് സർവീസ് റോഡ് ചെയ്തിട്ടില്ല. ഇവിടെ കറണ്ടിൻ്റെ ഇതൊക്കെ കാണാം. ട്രാൻസ്ഫോമർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് മാറ്റിയതിൻ്റെ ശേഷം അതുകൊണ്ടായിരിക്കാം കുറച്ച് കറണ്ടിൻ്റെ കാര്യത്തിലാവുമ്പോൾ കുറച്ച് ഡിലേ വരുന്നുണ്ട്. കാരണം ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ കറണ്ടിൻ്റെ കാര്യങ്ങളാവുമ്പോൾ കുറച്ച് ഡിലേ ആവാറുണ്ട്. അപ്പോൾ ഈ പുതിയ പോസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷമായിരിക്കാം ഇനി ഭാഗത്തു നിന്നുള്ള ഈ ഇതൊക്കെ മാറ്റിയതിൻ്റെ ശേഷമായിരിക്കും ഇവിടെ കോൺക്രീറ്റ് വാള് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ ഇനി വരാനുണ്ട്. അപ്പോൾ മുൻഭാഗത്തൊക്കെ ക്രാഷ് ബാരിയർ കൊടുത്തിട്ട് കോൺക്രീറ്റിൻ്റെ വാളിൻ്റെ മുകളിൽ ഇനി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അധികം ഞാൻ വണ്ടി ഓടിച്ചാണ് കാണിക്കുന്നത്. എല്ലാ ഭാഗത്തും നിർത്തി കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള ഭാഗത്ത് വണ്ടി ഓടിച്ച് പോയിട്ടുള്ള കാഴ്ചകൾ കാണാം. ഇനി നമുക്ക് അകലോട് ഭാഗത്തേക്കാണ് പോകുന്നത്. അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അകലോട് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഏകദേശം ഇതാണ് ഇവിടെയുള്ള ഇവിടെ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഈ സ്ലാബിൻ്റെ അടിയിലൊക്കെ കിടന്നുറങ്ങുന്നത്. വീഡിയോ എടുത്തേക്കിന് പ്രശ്നം ഉണ്ടാക്കണേ. കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ മണ്ണ് ഫില്ലിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. കട്ട വെച്ചുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. സ്ലാബ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകൾ എന്താണെന്ന്. ഇവിടുന്ന് പൊന്നാനി കായലിൻ്റെ അങ്ങോട്ട് 23 കിലോമീറ്റർ ഉണ്ട്. മലപ്പുറം 68. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം.
അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് ഒരു അണ്ടർപാസ് കണ്ടത് ഒറ്റായനി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുള്ള അണ്ടർപാസ്സാണ്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, എനിക്കിവിടെയുള്ള എല്ലാ ഭാഗത്തുള്ള പേരുകളൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ വീണ്ടും അകലോട് ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അകലോട് ഭാഗത്ത് എത്തിയപ്പോൾ കാണാം നമുക്ക് ഇവിടെ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇവിടെയൊക്കെ ലെവൽ ചെയ്യുന്ന ഒരു വർക്ക് ഇന്ന് നടന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ശേഷം ഇന്ന് വന്നപ്പോൾ ഇവിടെ കാണാം നമുക്ക് മെറ്റൽ മിക്സൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ വേഗത്തിൽ എല്ലാ ഭാഗത്തും വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അകലോട് ഭാഗത്താണ് ഇവിടെ എത്തിയിട്ടുള്ളത്. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.